തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിൽ ഒരിടത്തും കാണാത്ത അത്രയും പ്രത്യേകതകളോടെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതാ. സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കല്ലിലോ ലോഹത്തിലോ ആണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇവിടെ നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് മാത്രം കിട്ടുന്ന 12,008 സാളഗ്രാമങ്ങൾ അഥവാ വിശുദ്ധമായ കല്ലുകൾ ഉപയോഗിച്ചാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് സാളഗ്രാമങ്ങൾ എന്നാണ് വിശ്വാസം. ഈ 12,008 കല്ലുകളെയും ഒന്നിച്ചു ചേർത്ത് ഒരു വിഗ്രഹമാക്കി മാറ്റാൻ സിമന്റോ മറ്റു പശകളോ അല്ല ഉപയോഗിച്ചത്. ഇതിനായി കടുശർക്കര യോഗം എന്ന പുരാതനമായ ഒരു ആയുർവേദ കൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലതരം ഔഷധങ്ങൾ, കടുക്ക, കുമ്മായം, ശർക്കര, അരക്ക്, നല്ലെണ്ണ, കരിങ്കൽ പൊടി തുടങ്ങിയവ ചേർത്താണ് ഈ കൂട്ടുണ്ടാക്കുന്നത്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ കല്ലുപോലെ ഉറപ്പുള്ളതാകും. ഒപ്പം വിഗ്രഹത്തിന് ഔഷധഗുണവും നൽകും. വിഗ്രഹം ഔഷധക്കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇതിൽ വെള്ളമോ പാലോ എണ്ണയോ ഉപയോഗിച്ച് അഭിഷേകം ചെയ്യാൻ പാടില്ല. വെള്ളം തട്ടിയാൽ ഈ ആയുർവേദ കൂട്ടിന് ബലക്ഷയം സംഭവിക്കാം, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകാം. അതുകൊണ്ട് വിഗ്രഹത്തിൽ മയിൽപീലി ഉപയോഗിച്ച് പൊടി തട്ടിക്കളയുക മാത്രമാണ് ചെയ്യുന്നത്. പൂജകൾക്കും അഭിഷേകത്തിനുമായി വിഗ്രഹത്തിന് സമീപം മറ്റൊരു ചെറിയ വിഗ്രഹം, അർച്ചനാബിംബം, വെച്ചിട്ടുണ്ട്. അതിലാണ് നിത്യപൂജകൾ നടക്കുന്നത്. ചുരുക്കത്തിൽ കല്ലിന്റെ ഉറപ്പും ഔഷധത്തിന്റെ ഗുണവും ചേർന്ന ഒരത്ഭുതമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയന വിഗ്രഹം. ഭഗവാൻ അനന്തൻ എന്ന നാഗത്തിന്റെ മുകളിൽ കിടക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഗ്രഹം വളരെ നീളമുള്ളതായതുകൊണ്ട് ഒരേ സമയം തല മുതൽ കാൽ വരെ കാണാൻ കഴിയില്ല. അതിനാലാണ് 3 വാതിലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ വാതിലിലൂടെയും കാണുന്ന കാഴ്ചകൾ ഇവയാണ്. ഒന്നാമത്തെ വാതിൽ. ഇവിടെ ഭഗവാൻ തന്റെ വലതു കൈവിരലുകൾ കൊണ്ട് ഒരു ശിവലിംഗത്തിൽ തൊട്ടുനിൽക്കുന്നത് കാണാം. ഇത് ശിവനും വിഷ്ണുവും ഒന്നാണ് എന്ന വലിയ തത്വം കാണിക്കുന്നു. കൂടാതെ പാമ്പിന്റെ തലഭാഗവും ഇവിടെ കാണാം. രണ്ടാമത്തെ വാതിൽ. നടുവിലുള്ള വാതിലിലൂടെ നോക്കുമ്പോൾ ഭഗവാന്റെ ശരീരഭാഗം, തിരുവുടൽ കാണാം. ഭഗവാന്റെ നാഭിയിൽ, പൊക്കിളിൽ നിന്ന് ഒരു താമരപ്പൂവ് ഉയർന്നു നിൽക്കുന്നത് ഇവിടെ കാണാം. ആ താമരയിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഇരിക്കുന്നതും കാണാം. ഭഗവാന്റെ ക്ഷേത്രത്തിന് പത്മനാഭസ്വാമി, പദ്മം താമര, നാഭം നാഭിയിലുള്ളവൻ എന്ന പേര് വരാൻ കാരണം ഈ കാഴ്ചയാണ്. ഭഗവാന്റെ ഇരുവശത്തുമായി ശ്രീദേവിയും ഭൂമിദേവിയും നിൽക്കുന്നതും ഈ വാതിലിലൂടെ കാണാം. മൂന്നാമത്തെ വാതിൽ. ഏറ്റവും വലതുവശത്തുള്ള വാതിലിലൂടെ നോക്കുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ, തിരുവടി ആണ് കാണുന്നത്. ഭക്തർക്ക് മോക്ഷം കിട്ടാൻ ഭഗവാന്റെ കാൽക്കൽ അഭയം പ്രാപിക്കുന്നു എന്ന വിശ്വാസമാണ് ഇതിനുള്ളത്. ചുരുക്കത്തിൽ ഈ 3 വാതിലിലൂടെയുള്ള ദർശനം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ശക്തികളെയും ഒരേ സമയം കാണിച്ചു തരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായതിനു പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യമാണിത്. വിൽവമംഗലം സ്വാമിയാർ വലിയൊരു വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം കാസർഗോഡുള്ള അനന്തപുര തടാക ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോഴാണ് ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തിന്റെ സഹായത്തിന് എത്തിയത്. ആ കുട്ടി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെയായിരുന്നു. നിബന്ധന: എന്നെ എപ്പോഴെങ്കിലും വഴക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടുന്ന് പോകും എന്ന് കുട്ടി പറഞ്ഞിരുന്നു. സ്വാമിയാർ അത് സമ്മതിച്ചു. സ്വാമിയാരെ പൂജയ്ക്ക് സഹായിക്കുകയും ഇടയ്ക്ക് കുസൃതികൾ കാണിക്കുകയും പതിവായിരുന്നു. ഒരു ദിവസം സ്വാമിയാർ പൂജ ചെയ്യുമ്പോൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പവിത്രമായ സാളഗ്രാമം കുട്ടി എടുത്തു വായിലിട്ടു. ഇത് കണ്ട സ്വാമിയാർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹം കുട്ടിയുടെ കൈയിൽ പിടിച്ച് തട്ടിമാറ്റി വഴക്കു പറഞ്ഞു. സ്വാമിയാർ വഴക്കു പറഞ്ഞ ഉടനെ നിബന്ധന പ്രകാരം കുട്ടി അവിടെ നിന്ന് മാഞ്ഞുപോയി. പോകുമ്പോൾ ഒരു ശരീരി കേട്ടു: എന്നെ ഇനി കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണം. സ്വാമിയാർക്ക് തന്റെ തെറ്റ് മനസ്സിലായി. അദ്ദേഹം അനന്തൻകാട് എവിടെയാണെന്ന് അന്വേഷിച്ച് തെക്കോട്ട് നടന്നു. ദിവസങ്ങളോളം നടന്ന് അദ്ദേഹം ഒടുവിൽ തിരുവനന്തപുരത്തെത്തി. അവിടെ വെച്ച് ഒരു പുലയ സ്ത്രീ തന്റെ കുട്ടി നിർത്താതെ കരഞ്ഞപ്പോൾ ദേഷ്യത്തിൽ പറയുന്നത് സ്വാമിയാർ കേട്ടു: ഇനിയും കരഞ്ഞാൽ നിന്നെ ഞാൻ അനന്തൻകാട്ടിൽ കൊണ്ടുപോയി കളയും. ഇത് കേട്ട സ്വാമിയാർ ആ സ്ത്രീയോട് വഴി ചോദിച്ച് അനന്തൻകാട്ടിൽ എത്തി. അനന്തൻകാട്ടിൽ വെച്ച് സ്വാമിയാർ ആ കുട്ടിയെ വീണ്ടും കണ്ടു. പെട്ടെന്ന് ആ കുട്ടി ഒരു വലിയ ഇലഞ്ഞി മരത്തിലേക്ക് ഓടിക്കേറി. ഉടനെ ആ മരം നിലം പൊത്തി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനന്തശയന രൂപമായി മാറി. ഈ രൂപം ഏകദേശം 29 കിലോമീറ്റർ നീളമുള്ളതായിരുന്നു എന്നാണ് കഥ. സ്വാമിയാർക്ക് ഇത്രയും വലിയ രൂപം കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് രൂപം ചെറുതാക്കാൻ അപേക്ഷിച്ചു. ആ അഭ്യർത്ഥന പ്രകാരമാണ് ഭഗവാൻ തന്റെ വലിപ്പം കുറച്ച് ഇന്നു ക്ഷേത്രത്തിൽ കാണുന്ന 18 അടി നീളത്തിലേക്ക് മാറിയത്. ഈ വലിയ രൂപം കണ്ടപ്പോൾ ഭഗവാൻ വിശക്കുന്നുണ്ടാകുമെന്ന് കരുതി സ്വാമിയാർ അടുത്തു കണ്ട ഒരു ചിരട്ടയിൽ ഉപ്പിലിട്ട മാങ്ങയും കഞ്ഞിയും നൽകി. ഇന്നും ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം ഇതാണെന്ന് പറയപ്പെടുന്നു.
തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം ഒരാൾ മാത്രം ഉണ്ടാക്കിയതല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് പല രാജാക്കന്മാരും ചേർന്ന് പണിതതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആഴ്വാർമാർ, വിഷ്ണുഭക്തരായ കവികൾ തങ്ങളുടെ പാട്ടുകളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതിനാൽ അക്കാലത്ത് തന്നെ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാം. ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ വലിയ ക്ഷേത്രം പണിതത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആണ്. 1730 മുതൽ 1750 വരെ കാലഘട്ടത്തിൽ അദ്ദേഹം പഴയ ക്ഷേത്രം പുതുക്കിപ്പണിതു. തടിയിൽ തീർത്ത പഴയ ക്ഷേത്രം മാറ്റി കരിങ്കല്ല് ഉപയോഗിച്ച് ബലമുള്ള ക്ഷേത്രമാക്കി മാറ്റി. ക്ഷേത്രത്തിലെ വലിയ കിഴക്കേ ഗോപുരം, ഒറ്റക്കൽ മണ്ഡപം, ശീവേലിപ്പുര എന്നിവയെല്ലാം പണിതത് അദ്ദേഹത്തിന്റെ കാലത്താണ്. 2 തരം നിർമ്മാണ രീതികൾ ചേർത്താണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. കേരളീയ ശൈലി, ക്ഷേത്രത്തിന്റെ ഉള്ളിലെ തടിപ്പണികളും ഓടുമേഞ്ഞ മേൽക്കൂരകളും. ദ്രാവിഡ ശൈലി, തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കാണുന്നതുപോലെയുള്ള ഉയരമുള്ള ഗോപുരവും കരിങ്കൽ തൂണുകളും. ചുരുക്കത്തിൽ പഴയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ പ്രൗഢിയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം പണിതത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. നേരത്തെ നമ്മൾ സംസാരിച്ച കടുശർക്കര യോഗം വിഗ്രഹം ഉണ്ടാക്കിയതും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. ക്ഷേത്രപ്പണി പൂർത്തിയായ ശേഷം 1750 മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. ഇതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. അതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ഭഗവാന്റെ സേവകൻ എന്ന പേരിലാണ് രാജ്യം ഭരിച്ചിരുന്നത്. പത്മനാഭസ്വാമിയാണ് തിരുവിതാംകൂറിന്റെ യഥാർത്ഥ ഭരണാധികാരി എന്ന് അവർ ഇന്നും വിശ്വസിച്ചു പോരുന്നു. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരത്തെക്കുറിച്ച് ലളിതമായി പറയാം. ഈ നിലവറകൾ പെട്ടെന്നൊരു ദിവസം മണ്ണിൽ കുഴിച്ചുനോക്കിയപ്പോൾ കണ്ടെത്തിയതല്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് ഇവ അവിടെ ഉണ്ടെന്ന് പണ്ടേ അറിയാമായിരുന്നു. പക്ഷേ പുറംലോകം ഇതിനെക്കുറിച്ച് അറിയാനും ഇതിനുള്ളിലെ വലിയ സമ്പത്തിനെക്കുറിച്ച് മനസ്സിലാക്കാനും കാരണമായത് ഒരു കോടതി കേസ് ആണ്. അത് നടന്നത് ഇങ്ങനെയാണ്. ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന മുൻ IPS ഉദ്യോഗസ്ഥനും അഭിഭാഷകനുമായ TP സുന്ദരരാജൻ എന്ന ഭക്തനാണ് ഇതിന് തുടക്കമിട്ടത്. ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും അവിടുത്തെ സമ്പത്ത് സംരക്ഷിക്കണമെന്നും കാണിച്ച് അദ്ദേഹം കോടതിയിൽ ഒരു പരാതി നൽകി. ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ എത്ര സമ്പത്തുണ്ടെന്ന് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടു. ഈ കണക്കെടുപ്പിനായി സർക്കാർ ഒരു പ്രത്യേക സംഘത്തെ ഉണ്ടാക്കി. ഇതിൽ കേരള സർക്കാർ ഉദ്യോഗസ്ഥർ, ദേവസ്വം സെക്രട്ടറി, കൊട്ടാര പ്രതിനിധികൾ, മുഖ്യതന്ത്രി എന്നിവർ ഉണ്ടായിരുന്നു. കൂടാതെ സ്വർണ്ണപ്പണിക്കാർ, പുരാവസ്തു ഗവേഷകർ, ബാങ്കിലെ ഉദ്യോഗസ്ഥർ, രത്നപരിശോധകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരും അടങ്ങിയതായിരുന്നു ഈ സംഘം. കണക്കെടുപ്പ് എളുപ്പമാക്കാൻ വേണ്ടി അവർ ഈ അറകൾക്ക് A, B, C, D, E, F എന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വെച്ച് പേരിട്ടു. ആകെ 6 നിലവറകളാണ് തുറക്കാൻ തീരുമാനിച്ചത്. പിന്നീട് G, H എന്നീ 2 ചെറിയ അറകൾ കൂടി കണ്ടെത്തി. എന്നാൽ കാലങ്ങളായി അടച്ചിട്ടിരുന്നതിനാൽ നിലവറയ്ക്കുള്ളിൽ വായുസഞ്ചാരം കുറവായിരുന്നു. കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉള്ളതുകൊണ്ട് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായി. അതിനാൽ ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചാണ് അവർ അകത്തേക്ക് കടന്നത്. ക്ഷേത്രത്തിൽ ചന്ദനം അരയ്ക്കുന്ന സ്ഥലത്തിന് തൊട്ടുതാഴെയാണ് A നിലവറ. തലയിൽ ടോർച്ച് വെച്ചാണ് ഉദ്യോഗസ്ഥർ 5 അടി ഉയരവും 7 അടി വീതിയും നീളവുമുള്ള ആ മുറിയിലേക്ക് ഇറങ്ങിയത്. അവിടെ കണ്ട കാഴ്ചകൾ ഇവയായിരുന്നു. വാതിലിനു മുന്നിലെ കരിങ്കൽ ഭിത്തിയിൽ ഒരു നാഗത്തിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. A, B ഇവയായിരുന്നു രഹസ്യ നിലവറകൾ. ഇതിൽ കല്ലറ A തുറന്നപ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ച വലിയ സ്വർണശേഖരം കണ്ടെത്തിയത്. ധാരാളം മരപ്പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ചിതൽ പിടിച്ചും ഈർപ്പം തട്ടിയും പല പെട്ടികളും ദ്രവിച്ചു പോയിരുന്നു. അതിനാൽ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും തറയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. കേരളം പണ്ടുമുതലേ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന് പേരുകേട്ട സ്ഥലമായിരുന്നു. വിദേശരാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണവും പണവും ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി എത്തി. അതുകൂടാതെ ഭക്തർ ദാനമായി നൽകിയതും രാജാക്കന്മാർ യുദ്ധത്തിൽ ജയിച്ചു കൊണ്ടുവന്നതുമായ സമ്പത്താണ് അവിടെ ഉണ്ടായിരുന്നത്. ചേരൻ, ചോളൻ, പാണ്ഡ്യൻ രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരും ധാരാളം സമ്പത്ത് ക്ഷേത്രത്തിന് നൽകി. 18 അടി വലിപ്പമുള്ള പത്മനാഭസ്വാമി വിഗ്രഹത്തിന് ചാർത്താൻ പാകത്തിലുള്ള വലിയ മാലകൾ, ശരപ്പൊളി മാലകൾ എന്നാണ് ഇത്തരം മാലകളെ വിളിച്ചിരുന്നത്. ഇതിന്റെ ലോക്കറ്റുകൾ നിറയെ വജ്രങ്ങളും മരതകങ്ങളും പതിച്ചവയാണ്. വിഗ്രഹത്തിന് ഉടുപ്പിക്കാൻ പാകത്തിലുള്ള വലിയ സ്വർണ്ണ ബെൽറ്റുകൾ. ഇതിൽ വജ്രവും മുത്തും പതിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിന്റെ വിരലുകൾക്ക് പാകമാകുന്ന വലിയ മോതിരങ്ങൾ. പൂജയ്ക്കും അഭിഷേകത്തിനും ഉപയോഗിക്കുന്ന വലിയ സ്വർണ്ണ പാത്രങ്ങളും കുടങ്ങളും. പനിനീർ സൂക്ഷിക്കുന്ന സ്വർണ്ണ കുപ്പികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ഉത്സവ സമയത്ത് എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രവാഹനം, കമലവാഹനം തുടങ്ങിയവ സ്വർണം കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇഷ്ടികയുടെ വലിപ്പമുള്ള സ്വർണ്ണക്കട്ടികളും
വെള്ളി ബാറുകളും ഉണ്ടായിരുന്നു ചില നിലവറകളിൽ. കോടതിയുടെയും ഉദ്യോഗസ്ഥരുടെയും എളുപ്പത്തിനു വേണ്ടിയാണ് നിലവറകൾക്ക് എ, ബി, സി, ഡി, ഇ, എഫ് എന്ന് പേരിട്ടത്. ഇവയുടെ യഥാർത്ഥ പേരുകൾ ഇങ്ങനെയാണ്. എ നിലവറ, മഹാഭാരത കോണത്ത് നിലവറ. വിഗ്രഹത്തിന്റെ കണ്ണിന്റെ നേരെ വരുന്ന ഭാഗത്താണ് ഇത്. പണ്ട് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തു ഇരുന്ന് പൂജാരിമാർ മഹാഭാരതം വായിച്ചിരുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇതിന്റെ മറ്റേ ഭാഗത്തു തന്നെയാണ് ബി നിലവറ ഉള്ളതും അപൂർവമായി മാത്രം തുറക്കുന്നു. യഥാർത്ഥ പേര് ശ്രീ ഭണ്ഡാര നിലവറ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വരുമാനവും ദാനങ്ങളും സൂക്ഷിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഇത് ഒരു ലോക്കർ പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. പണ്ടുകാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ലായിരുന്നു. അവ ഒരു നാടിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ കേന്ദ്രങ്ങളായാണ് പ്രവർത്തിച്ചിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും നൽകിയ വലിയ അളവ് ഭൂമിയും സ്വർണവും പണവും ഉണ്ടായിരുന്നു. ഈ സമ്പത്ത് വെറുതെ ഇട്ടുവയ്ക്കാതെ നാടിന്റെ വികസനത്തിനായി ഉപയോഗിച്ചിരുന്നു. കൃഷി തുടങ്ങാനോ കച്ചവടം വിപുലീകരിക്കാനോ പണമില്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്ന് വായ്പ നൽകിയിരുന്നു. ഈ വായ്പകൾക്ക് കൃത്യമായ പലിശ ഈടാക്കിയിരുന്നു. പണമായോ നെല്ലായോ ആണ് പലിശ തിരിച്ചടച്ചിരുന്നത്. കുട്ടനാടിന്റെ ചരിത്രത്തിൽ കാവാലം പോലെയുള്ള കുടുംബങ്ങൾ കായൽ നികത്തി കൃഷി ഇറക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ക്ഷേത്രങ്ങൾ അവർക്ക് സാമ്പത്തിക സഹായം നൽകി. ഇത് ആ പ്രദേശത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും സഹായിച്ചു. ലളിതകലകളെയും കലാകാരന്മാരെയും ക്ഷേത്രങ്ങൾ എപ്പോഴും പിന്തുണച്ചിരുന്നു. പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയെപ്പോലുള്ളവർക്ക് തന്റെ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാൻ ആവശ്യമായ സാമഗ്രികൾ വാങ്ങാനും മറ്റും ക്ഷേത്രസങ്കേതങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു. ക്യാൻവാസ് വാങ്ങിക്കാനായി പലിശയ്ക്ക് കടം മേടിച്ചതായി ക്ഷേത്രത്തിന്റെ റെക്കോർഡ്സിൽ ഉണ്ട്. ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് പാഠശാലകൾ പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ ചിലവുകൾ ക്ഷേത്ര സ്വത്തിൽ നിന്നാണ് എടുത്തിരുന്നത്. യാത്രക്കാർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണവും താമസവും ക്ഷേത്രങ്ങൾ നൽകിയിരുന്നു. ചുരുക്കത്തിൽ അന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിച്ചിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുപ്രധാനമായ നിലവറകളിൽ ഒന്നാണ് സി, ഡി നിലവറകൾ. ക്ഷേത്രത്തിലെ നിത്യേനയുള്ള കാര്യങ്ങൾക്കും വിശേഷിച്ച് ചടങ്ങുകൾക്കായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ നിലവറകളാണ്. ചെല്ലം എന്ന വാക്കിനർത്ഥം വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന പെട്ടി അല്ലെങ്കിൽ അറ എന്നാണ്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിനാലാണ് ഇതിനെ ഉത്സവ ചെല്ലം എന്ന് വിളിക്കുന്നത്. ഉത്സവങ്ങൾ, ആറാട്ട്, വിഷു, തൃക്കാർത്തിക തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ ഭഗവാനെ അണിയിക്കാനുള്ള തങ്കാങ്കികൾ, സ്വർണമാലകൾ, കിരീടങ്ങൾ എന്നിവ ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ചടങ്ങുകൾക്കായി വർഷത്തിൽ പലതവണ ഈ നിലവറകൾ തുറക്കാറുണ്ട്. ആവശ്യമായ ആഭരണങ്ങൾ പുറത്തെടുക്കുകയും ചടങ്ങുകൾക്ക് ശേഷം തിരികെ സുരക്ഷിതമായി വയ്ക്കുകയും ചെയ്യും. ക്ഷേത്രത്തിന്റെ വടക്കിഴക്ക് ഭാഗത്തായാണ് ഈ നിലവറകൾ സ്ഥിതി ചെയ്യുന്നത്. വാസ്തുവിദ്യ അനുസരിച്ച് ഈ ഭാഗത്തെ വ്യാസ് കോൺ എന്ന് വിളിക്കുന്നു. ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പൂജാരിമാർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഭാഗമാണിത്. എപ്പോഴും പൂട്ടിയിടുന്നതിന് പകരം ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തടസ്സമില്ലാതെ നടക്കാൻ ഈ നിലവറയിലെ വസ്തുക്കൾ സഹായിക്കുന്നു. പെരിയ നമ്പി, തെക്കേടത്ത് നമ്പി തുടങ്ങിയ പ്രധാന പൂജാരിമാരുടെ മേൽനോട്ടത്തിലാണ് ഈ ആഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ പുരാതനമായ ആഭരണങ്ങളാണ് ഇവിടെയുള്ളത്. ഓരോ തവണ തുറക്കുമ്പോഴും കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്താറുണ്ട്. ക്ഷേത്രത്തിലെ വലിയ നിധിശേഖരങ്ങളെക്കാൾ ഭഗവാന്റെ നിത്യേനയുള്ള തിളക്കത്തിനും ഉത്സവങ്ങളുടെ പൊലിമയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന സജീവമായ നിലവറകളാണ് സിയും ഡിയും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ കൃത്യമായി നടന്നുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലവറകളാണ് ഇ, എഫ് എന്നിവ. ഭഗവാൻ ദിവസവും നിവേദ്യം അർപ്പിക്കാനും പൂജകൾ നടത്താനും ആവശ്യമായ പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ടാണ് ഇതിനെ നിത്യചെല്ലം എന്ന് വിളിക്കുന്നത്. ദിവസേനയുള്ള പൂജകൾക്ക് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനാൽ ഇതിനെ നിത്യചെല്ലം അല്ലെങ്കിൽ കരിമ്പടം എന്ന് പറയാറുണ്ട്. ഇവ ശ്രീകോവിലിന് ഭഗവാൻ ഇരിക്കുന്ന ഇടം ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൂജാരിമാർക്ക് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. നിവേദ്യം അർപ്പിക്കുന്ന സ്വർണ്ണത്തളികകൾ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിക്കിണ്ടികൾ, വിളക്കുകൾ, പൂജാപാത്രങ്ങൾ എന്നിവയാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. പൂജ കഴിഞ്ഞാൽ പാത്രങ്ങൾ വൃത്തിയാക്കി തിരികെ ഇവിടെ തന്നെ സുരക്ഷിതമായി വെക്കുന്നു. ഈ നിലവറകൾ കൈകാര്യം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിമാരായ നമ്പിമാരാണ്. ഭഗവാന്റെ നിത്യേനയുള്ള സേവനങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ നിലവറയിലെ സാധനങ്ങൾ ഉപയോഗിച്ചാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും നിഗൂഢവും കൗതുകകരവുമായ ഒന്നാണ് നിലവറ ബി. ശ്രീ ഭണ്ഡാര നിലവറകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ബി നിലവറയിൽ ധാരാളം സമ്പത്തുണ്ടാകാം എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അത് ഇതുവരെ കണക്കെടുപ്പിന്റെ ഭാഗമായി തുറന്നിട്ടില്ല. അതിന് പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഇതിന്റെ ഉരുക്ക് വാതിലിന്റെ താക്കോൽ ലഭ്യമല്ല.
വിഗ്രഹം ഇരിക്കുന്ന തറയുടെ പ്ലാറ്റ്ഫോം അടിയിലാണ് ഈ നിലവറ. ബലം പ്രയോഗിച്ചു തുറന്നാൽ വിഗ്രഹത്തിന്റെ ബലത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് ഭീതിയും ഭക്തിയും കലർന്ന ചില വിശ്വാസങ്ങൾ പ്രചാരത്തിലുണ്ട്. അതിശക്തരായ സിദ്ധന്മാർക്ക് മാത്രമേ ഗരുഡമന്ത്രം ജപിച്ച് ഈ വാതിൽ തുറക്കാൻ കഴിയൂ എന്ന് പറയപ്പെടുന്നു. തെറ്റായ രീതിയിൽ ഇത് തുറക്കാൻ ശ്രമിച്ചാൽ വലിയ വിപത്തുകൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻപ് ഒരിക്കൽ ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചവർക്ക് വാതിലിന് അപ്പുറത്തുനിന്ന് വലിയ കടൽ തിരമാലകളുടെ ഇരമ്പം കേൾക്കാൻ കഴിഞ്ഞുവെന്ന് ചില കഥകളുണ്ട്. ഇത് അറബിക്കടലുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ചിലർ കരുതുന്നു. പലപ്പോഴും കേൾക്കുന്ന പാമ്പ്, കടൽ, പ്രേതം തുടങ്ങിയ കഥകൾ വെറും കിംവദന്തികൾ, റൂമേഴ്സ് മാത്രമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. നിലവറ ബിയെക്കുറിച്ചുള്ള പല തെറ്റായ ധാരണകളും മാറ്റുന്ന വസ്തുതകളാണ്. ഉദാഹരണത്തിന്, രേഖകൾ അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് 1997നും 2001നും ഇടയിൽ ഏകദേശം 7 തവണ ഈ നിലവറ തുറന്നിട്ടുണ്ട്. അന്ന് ഭഗവാന്റെ ആഭരണങ്ങൾ വൃത്തിയാക്കാനും മറ്റും ഇതിന്റെ മുൻവശത്തെ അറകൾ ഉപയോഗിച്ചിരുന്നു. നിലവറ ബി എന്നത് ഒരു മാന്ത്രിക അറയൊന്നുമല്ല, മറിച്ച് ക്ഷേത്രത്തിന്റെ ഘടനയെ ബാധിക്കാതെ എങ്ങനെ സുരക്ഷിതമായി തുറക്കാം എന്ന ആലോചനയിലാണ് അധികൃതർ. അനാവശ്യമായ പേടിപ്പെടുത്തുന്ന കഥകൾക്ക് പിന്നിൽ യാതൊരു അടിസ്ഥാനവുമില്ല. 2025 ഓഗസ്റ്റ് മാസത്തിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം നിലവറ ബി തുറക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായിട്ടുണ്ട്. ക്ഷേത്ര ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും യോഗത്തിൽ നിലവറ ബി തുറക്കണമെന്ന ആവശ്യം സർക്കാർ പ്രതിനിധി വീണ്ടും ഉന്നയിച്ചു. ഇത് കേവലം ഒരു വാതിൽ തുറക്കൽ മാത്രമല്ല, മറിച്ച് ആചാരപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടതിനാലാണ് തീരുമാനം വൈകുന്നത്. നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് ക്ഷേത്ര തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കൂടി അനുമതിയോടെ മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവൂ. 2025ലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ ബി ഒരു അത്ഭുതമായി തുടരുന്നു. ഇത് തുറക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഭരണസമിതിയും തന്ത്രിമാരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തുതന്നെയായാലും ഈ മഹാക്ഷേത്രം നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെ പ്രതീകമായി എന്നും നിലകൊള്ളും. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതുതരം കഥകൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റിൽ ഇടുക.